നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിൻ്റെ നാക്കിനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യം. അതിൽ നല്ല കരുതൽ എപ്പോഴും അദ്ദേഹം പ്രകടിപ്പിച്ച് പോന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല എന്ന്. എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം. അപ്പോൾ എന്നാലും ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നു. അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം, അത് മനസ്സിലാക്കാനാവണം. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു എന്നുള്ളത് കൊണ്ടല്ല. ഇതാണ് നാട്. എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം, ഏതിനേയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല, നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞു. അത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി. ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് മനസ്സിൽ വെക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രസ്ഥാനം കൈവരിച്ച പുരോഗതി വളരെ വലുതാണ്. വിദ്യാഭ്യാസം എന്നാൽ മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കുന്ന പ്രക്രിയയാണ്. അതൊരു വലിയ സാമൂഹിക സേവനമാണ്. ആ സേവന മനോഭാവത്തിലൂന്നിയ പ്രവർത്തനങ്ങൾ നിരവധി മേഖലകളിൽ നടത്താൻ കഴിയണം. സമൂഹം ഇന്നത് ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുമുണ്ട്. ആ ധർമ്മം കൂടുതൽ കാര്യക്ഷമമായി നിറവേറ്റുവാൻ തുറന്നുള്ള കാലങ്ങളിലും കഴിയണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. SNDP യോഗം രൂപീകരിക്കപ്പെട്ട കാലത്തെ ആശയങ്ങൾ കാലാനുസൃതമായി നവീകരിക്കാനും ഗുരു സന്ദേശങ്ങളുടെ സത്ത പ്രായോഗികമാകും വിധം ഇനിയും ദീർഘകാലം ഈ പ്രസ്ഥാനത്തെ നയിക്കാനും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.